എല്ലാവർക്കും നമസ്കാരം. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അവിടെ ഈ അടുത്തായിട്ട് ഭാഗവത സപ്താഹം നടക്കുകയുണ്ടായി. ഭാഗവത സപ്താഹത്തിന് ഞാൻ അത്രയും ദിവസം അവിടെ ഉണ്ടായിരുന്നു. തുടങ്ങി അവസാനിക്കുന്ന അത്രയും ദിവസം എനിക്ക് പോകാനും സപ്താഹം കേൾക്കാനും സാധിച്ചു. സപ്താഹം വായിക്കാൻ വന്നത് യജ്ഞാചാര്യൻ നാരായൺജി മുംബൈ അദ്ദേഹമായിരുന്നു. അപ്പം അദ്ദേഹം പോകുന്ന സമയത്ത് ഒരു ബുക്ക് എൻ്റെ കയ്യിൽ തന്നു. എന്നോട് പറഞ്ഞു വീട്ടിൽ പോയിട്ട് വായിച്ചു നോക്കണമെന്ന്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ട് എല്ലാ ദിവസവും ഓരോരോ ഭജനകളായിട്ട് വായിക്കാൻ തുടങ്ങി. അങ്ങനെ വായിച്ചു വന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു ഭജന എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ചൊല്ലുന്ന സമയത്ത് നമുക്കറിയാതൊരു വേദന ഉള്ളിൽ വരിക. ആദ്യം ചൊല്ലി ഞാനത് കാണാതെ പഠിച്ചു. ഇപ്പോൾ കണ്ണടച്ചിരുന്ന് ചൊല്ലാൻ കഴിയും. അങ്ങനെ ചൊല്ലുന്ന സമയത്ത് നമുക്ക് ഭഗവാനോട് ഒരുപാട് അടുപ്പം തോന്നുക. ഭഗവാനോടൊന്നും ചോദിക്കേണ്ട, എനിക്ക് ഭഗവാൻ മാത്രം മതി എന്ന് തോന്നുന്ന ഒരു ഭജന. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ ഭജന. എനിക്ക് ചൊല്ലാൻ അറിയില്ല, ഞാനൊരു പാട്ടുകാരിയല്ല. എന്നാലും ഞാനിതൊന്ന് പറഞ്ഞു തരാം. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഈ ഭജന കേട്ടിട്ടുണ്ടാവും, കേൾക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ യൂട്യൂബിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ഭജന കിട്ടുന്നുണ്ടായിരിക്കും. നമുക്കൊന്ന് നോക്കിയാലോ. ഒരു വട്ടം അമ്പാടിക്കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചൊല്ലി നിൽക്കും. കൊതിയുള്ളതൊക്കെയും ചോദിച്ചു വാങ്ങും ഞാൻ ഇനിയുള്ള ജന്മങ്ങൾ ആസ്വദിക്കാൻ. അവിടുന്നണഞ്ഞപ്പോൾ എന്തേ ഞാൻ മിണ്ടാത്തു, പറയേണ്ടതൊക്കെ മറന്നുപോയോ. തൊഴുകയ്യുമായി ഞാൻ നിന്നപ്പോൾ എൻ ചുണ്ട് കൊതിയോടെ കണ്ണാ വിളിച്ചുപോയി. രോമാഞ്ചദീപ്തമൻ ദേഹം വിറയ്ക്കുന്നു, വാക്കിടറുന്നു വിയർത്തിടുന്നു. അപ്പോഴും എന്നുള്ളിൽ നിന്നുമുയരുന്ന കണ്ണായെന്നുൾവിളി കേട്ടു ഞാനും. അരികത്തു വന്നെൻ്റെ ദേഹത്തു തൊട്ടപ്പോൾ അടിമുടി വീണു ഞാൻ തൃപ്പാദത്തിൽ. അവിടെ കിടന്നുകൊണ്ട് അവിടുത്തെ കാൽത്തളിർ അടിയൻ്റെ മൂർധാവിൽ വെച്ചു ഞാനും. തുളസിപ്പൂ ഗന്ധം പരക്കുന്ന പാദത്തിൽ തുള്ളിക്കളിക്കും മനസ്സുമായി. നഗരത്ന ശോഭിത പാദപത്മങ്ങളെ മുഖമങ്ങണച്ചു ഞാൻ മുത്തമിട്ടു. പട്ടിൻ്റെ തുമ്പിൽ പിടിച്ചു ഞാൻ മേലോട്ടു മുട്ടുകുത്തിക്കൊണ്ടുയർന്നു നിന്നു. പീതാംബരം പോലെ ചേതോഹരാംഗനെ പ്രീതി പൂണ്ടേറ്റം പുണർന്നു നിന്നു. തൊണ്ടിപ്പഴച്ചുണ്ടിൽ ഊറുന്ന പുഞ്ചിരി കണ്ടാലും കണ്ടാലും ആശ തീരാ. സുന്ദര നാസിക കർണങ്ങളും സർവ വന്ദിത ശ്രീമുഖം പാർത്തു ഞാനും. ചികിച്ചിരുൾമുടി ചാർത്തിയ പീലിയിൽ മാറിൽ പടർന്നു ഞാൻ തൊട്ടുവല്ലോ. ആടുന്ന പീലിക്കണ്ണെന്നോട് ചോദിച്ചു, ആനന്ദമിങ്ങനെ വേറെയുണ്ടോ. എന്തു ഞാൻ ചൊല്ലേണ്ടു, വേണ്ടെനിക്കൊന്നുമേ എന്താകിലും കണ്ണനോളമില്ല. വിട്ടു പിരിയാതിരിക്കുവാൻ ഞാനിന്നും കെട്ടിപ്പിടിക്കുന്നു തൃപ്പാദത്തിൽ. വേണ്ടെനിക്കർത്ഥവും കാമവും മോക്ഷവും വേണ്ട സായുജ്യവും വേണ്ട കണ്ണ. ഒരു നാളും തരി പോലും മാറാതെ കാൽച്ചോട്ടിൽ കഴിയട്ടെ മറ്റൊന്നും വേണ്ട കണ്ണ. ഹരേ കൃഷ്ണ.